CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മജീഷ്യനായ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്ലേ ഓഫിൽ കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ഉത്തരം നൽകിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച്. അപ്പോൾ ഏതായാലും ആശാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ഇന്നലെ നടന്ന മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് അടുത്ത മത്സരത്തെക്കുറിച്ചും കൂടാതെ തന്നെ ലൂണയുടെ കാര്യത്തിലുമൊക്കെ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ്. ഏഷ്യാനെറ്റ് ന്യൂസുമായുള്ള അഭിമുഖത്തിലാണ് ഇവാൻ വുക്കോമാനോവിച്ച് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഇവാൻ ആശാൻ പറയുന്നത്, ഞങ്ങൾ ഇതിനോടകം തന്നെ ഓൾറെഡി പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഇടയ്ക്കുള്ള മത്സരങ്ങൾ അഥവാ ഇനി വരാൻ പോകുന്ന നോർത്ത് ഈസ്റ്റിനെതിരായുള്ള മത്സരവും കൂടാതെ തന്നെ ഹൈദരാബാദ് എഫ്സിക്കെതിരായുള്ള മത്സരവും ഞങ്ങൾ ഒരു പ്രാധാന്യവും നൽകുന്നതല്ല. പക്ഷേ അതേസമയം പലരും എഴുതി തള്ളിയ ഞങ്ങളുടെ പ്ലേ ഓഫിന്റെ റിസൾട്ട് ഞങ്ങൾ വളരെ സർപ്രൈസ് ആക്കി മാറ്റുകയും ചെയ്യും. ഇത് കൂടാതെ ഇന്നലെ ഇവാൻ വുക്കോമാനോവിച്ച് ലൂണയുടെ കാര്യത്തിലുമുള്ള ഒരു സർപ്രൈസ് പുറത്തേക്ക് പറഞ്ഞിരിക്കുകയാണ്. മാധ്യമങ്ങൾ ലൂണയുടെ കാര്യം എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഇവാൻ ആശാൻ പറഞ്ഞിട്ടുള്ളത് അഡ്രിയാൻ ലൂണ രജിസ്റ്റേർഡ് ഫോർ പ്ലേ ഓഫ്സ് എന്നാണ്. അഥവാ പ്ലേ ഓഫിലേക്കുള്ള താരങ്ങളുടെ പട്ടികയിൽ അഥവാ രജിസ്ട്രേഷനുകളിൽ അഡ്രിയാൻ ലൂണയുടെയും പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ആശാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫിലുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുൻനിരയിൽ പന്തു തട്ടാൻ മജീഷ്യൻ അഡ്രിയാൻ ലൂണയും ഉണ്ടാവും എന്നുള്ളത് ഇതിനോടകം തന്നെ നമുക്ക് ഉറപ്പായിട്ടുണ്ട്. ഏതായാലും ഇനി അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നേരിടാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയാണ്. അതിനുശേഷം ഹൈദരാബാദ് എഫ്സിയെയും ബ്ലാസ്റ്റേഴ്സ് നേരിടും. ഏതായാലും ഈ രണ്ട് മത്സരങ്ങളും പ്ലേ ഓഫിന് മുമ്പായിട്ടാണ് നടക്കുന്നത്. കൂടാതെ ഈ രണ്ട് മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എവേ മത്സരം കൂടിയാണ്. കൂടാതെ ഈ ഒരു മത്സരത്തിന്റെ ഏറ്റവും കൂടുതൽ വലിയൊരു സ്പെഷ്യാലിറ്റി എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ കൂടുതലും അഥവാ മുഴുവനായിട്ടും ഇന്ത്യൻ താരങ്ങളായിരിക്കും ഈ രണ്ട് ടീമിനെയും നേരിടുമ്പോൾ കളിക്കുക എന്നും ഇവാൻ ആശാൻ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിര മൊത്തമായിട്ട് നമുക്ക് ഇന്ത്യൻ താരങ്ങളെ ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ഐഎസ്എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.